Good morning, students. Welcome to today's class. Today we are discussing about the structure of continuation of structure of LED. So we have already discussed about planar LED, dome-shaped LED, and also surface emitting LED. Okay. Now we are moving to uh, the fourth type, that is edge emitting LED. An edge emitting LED or EE LED is high radiance structure. Okay, as compared to structure and other, it gives high radiance, that is high amount of light will passes through it, will produce through it. Okay, the light is produced in a very thin active layer and it is emitted from the side of the structure. As in the case of surface emitting LED, surface emitting LED light transmit ചെയ്യുന്ന ആക്റ്റീവ് ലെയറിനാണ് അല്ലെ. ആക്റ്റീവ് ലെയറിലൂടെ അതിന്റെ സർഫസ് ഓഫ് ലെയറിനാണ്. ദിസ് ഇസ് ആക്റ്റീവ് ലെയർ. ഇതിന്റെ സർഫസ് ഓഫ് ദ ഈ ഒരു ലെയറിനായിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ എഡ്ജ് എമിറ്റിംഗ് LED-യിലും ആക്റ്റീവ് ലെയർ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ സൈഡിൽ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, നോട്ട് സർഫസ്, ഫ്രം ദ സൈഡ്. അതായത് എഡ്ജ് നിന്നാണ് ഇവിടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു ദ കരിയർ കൺഫൈൻമെന്റ് ലെയേഴ്സ്, ദ ബീം ഡൈവേർജ്, ഇറ്റ് ഈസ് നാരോഡ് ടു 30° in a plane perpendicular to the conjunction, while the plane of junction due to absence of confinement. Okay, Lebovian pattern, അതായത് സൈഡിൽ നിന്നാണ് നമ്മുടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത്രയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അറ്റ് ലോ ഇഞ്ചക്ഷൻ കറന്റ് എഫിഷ്യൻസി ഓഫ് ELD is less, hence preferably it is operated at a high intensity current. ലോ ഇന്റൻസിറ്റി കറന്റിൽ ELD-ന്റെ എഫിഷ്യൻസി കുറയും. ഓക്കെ, സോ വി ആർ യൂസിങ് ഹൈ ഇന്റൻസിറ്റി കറന്റ് ഫോർ ഗെറ്റിംഗ് മോർ എഫിഷ്യൻറ്റ് light emission from this LED. Okay, then this is the structure of LED. The device consists of an active junction region which is source of incoherent light. A very large population of carriers for recombination is created in this region by forward bias injection, and two indium gallium arsenide layers on both sides serve as a carrier confinement layers, on the outer side of which are doped in indium phosphate layers. Okay, ഇവിടെ പറഞ്ഞു വെച്ചാൽ ഈ ഡിവൈസിലെ ആക്റ്റീവ് റീജിയൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഇലക്ട്രോൺസ് എൻ റീജിയന് എവിടെ എത്തും, പി റീജിയനിലോട്ട് എത്തും. ഈ പി റീജിയനിലുള്ള ആക്റ്റീവ് റീജിയനിൽ റീകോമ്പിനേഷൻ നടന്നിട്ട് ഈ ആക്റ്റീവ് റീജിയനിൽ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻകോഹറന്റ് ലൈറ്റ്. ലൈറ്റിന്റെ സോഴ്സ് ആണ് ഈ ആക്റ്റീവ് റീജിയൻ. എ വെരി ലാർജ് പോപ്പുലേഷൻ ഓഫ് കാരിയേഴ്സ് ഫോർ റീകോമ്പിനേഷൻ ക്രിയേറ്റഡ് ഇൻ ദിസ് റീജിയൻ. അതായത് ഒരുപാട് പോപ്പുലേഷൻ കാരിയേഴ്സിന്റെ റീകോമ്പിനേഷൻ ഈ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഡ്യൂ ടു ഇറ്റ്സ് ഫോർവേഡ് ബയാസ് ഇഞ്ചക്ഷൻ. നമ്മുടെ ഫോർവേഡ് കറന്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ എൻ ടൈപ്പ് റീജിയനിൽ പി ടൈപ്പ് റീജിയനിലോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ റീകോമ്പിനേഷൻ നടന്ന് ഈ ആക്റ്റീവ് റീജിയനിൽ നിന്നാണ് ഇവിടുന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടു ഇന്ത്യം ഗാലിയം ലെയേഴ്സ് ഉണ്ട് ബാത്ത് സൈഡ്സ്. അത് കാരിയർ കൺഫൈൻമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ആക്റ്റീവ് ലെയറിന്റെ മുകളിലും താഴെയായിട്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ പറയാം. അതിന് മുമ്പ് ഈ ഒരു സംഭവങ്ങൾ വായിച്ചു തരാം. അതായത് ഒരു കാരിയർ കൺഫൈൻമെന്റ് ലെയേഴ്സ് ഉണ്ട്. അതായത് ഈ ആക്റ്റീവ് ലെയറിന്റെ കവർ ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് കൺഫൈൻമെന്റ് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സ് ആണ് കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്തത്. അതായത് ലൈറ്റിനെ ഗൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫൈബറിലോട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടിരുന്നത് ഈ ലെയേഴ്സ് ആണ്. These serve as the cladding layers, and the region in between forms an optical waveguide. Okay, waveguide ആയിട്ട്, അതായത് ലൈറ്റിനെ ഗൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫൈബറിലോട്ട് കൊണ്ടുവന്ന ഈ രണ്ട് layers ആണ്. The photons are generated in the thin active region and spread into the guiding layers without reabsorption. അതായത് ഫോട്ടോൺസ് നമ്മുടെ തിൻ ആയിട്ടുള്ള ഈ ആക്റ്റീവ് ലെയേഴ്സിൽ ഫോം ചെയ്യും. ഓർ ഫോട്ടോൺസ് മീൻസ് ലൈറ്റ് ഫോം ചെയ്യുന്നു. ഈ ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സിന്റെയും റീഅബ്സോർപ്ഷൻ ഒന്നും നടത്താതെ ഗൈഡ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദെയർ ലാർജർ ബാൻഡ് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. ദ സ്ട്രൈപ്പ് ജോമെട്രി ഇസ് മെയ്ഡ് ബൈ സെലക്റ്റീവ് മെറ്റലൈസേഷൻ ഓഫ് ടോപ്പ് സർഫസ് ത്രൂ എ വിൻഡോ ഓപ്പൺഡ് ഇൻ എ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഷാലോസ് ഹയർ കാരിയർ ഇഞ്ചക്ഷൻ ഡെൻസിറ്റീസ് ഫോർ ദ സെയിം ഡ്രൈവ് കറന്റ്. ഈ സെയിം കറന്റിന് തന്നെ കാരിയർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയാണ് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് ലെയേഴ്സ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടു മാച്ച് ദ ടിപ്പിക്കൽ ഫൈബർ കോർ ഡയമീറ്റർ, ദ കോണ്ടാക്ട് സ്ട്രിപ്സ് ഫോർ ദ എഡ്ജ് എമിറ്റർ ആർ മെയ്ഡ് 50 to 70 micrometer wide. The emission pattern of the edge emitter is more directional than that of the surface emitter. Surface emitter-നെ കമ്പയർ ചെയ്യുമ്പോൾ എഡ്ജ് എമിറ്റർ ആണ് ലൈറ്റ് മോർ ഡയറക്ഷണൽ ആയിട്ട് ആൻഡ് മോർ ഗൈഡിങ് ആയിട്ട് ഈ എഡ്ജ് എമിറ്ററിലാണുള്ളത്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഓക്കെ,
Okay, this is the edge emitting layer structure. നമ്മൾ പറഞ്ഞു ഇവിടെ മെറ്റലൈസേഷൻ ഉണ്ട്. മെറ്റലൈസേഷൻ നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡ് ഐസൊലേഷൻ. പിന്നെ അതുപോലെ തന്നെ ദിസ് ഇസ് ദ പി സൈഡ് ആൻഡ് ദിസ് ഇസ് ദ എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് സബ്സ്ട്രൈറ്റ്. And here also metallization is given to take the anode and cathode links. Okay, then heat sink ഉണ്ട് for the edge emitting layer ഉണ്ട്. ലൈഫ് ടൈം ഡ്യൂറേഷന് വേണ്ടിയാണ് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹീറ്റ് സിങ്ക്. ഇതിൽ പി ടൈപ്പിൽ നമ്മൾ പറഞ്ഞ പോലെ പി ടൈപ്പിൽ 2 ലെയേഴ്സ് ആണ്. ഈ ലെയേഴ്സിനെ ഞാൻ പറഞ്ഞത് ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സ്. ഈ ഒരു ലെയർ ടോപ്പ് ലെയറും ഈ ഒരു ബോട്ടം ലെയറിനെ പറഞ്ഞ പേരാണ് ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സ്. ഈ ലെയേഴ്സ് പി പ്ലസ് അലൂമിനിയം ഗാലിയം ആർസനൈഡും പി മൈനസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്. പി പ്ലസ് വരുമ്പോൾ ഹെവിലി ഡോപ്ഡ്, പി മൈനസ് വരുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ്. ഈ പി അലൂമിനിയം ഗാലിയം ആർസനൈഡിലാണ് എന്തുള്ളത് നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ. ഇവിടെ നിന്നാണ് നമ്മുടെ ലൈറ്റ് എന്തായിരുന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് കൺഫൈൻ ചെയ്യുന്നത്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിൽ. ഈ ആക്റ്റീവ് റീജിയനിലെ ലൈറ്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റീജിയനാണ് ഈ ഒരു പി പ്ലസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്, പി മൈനസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്. ഓക്കെ, പി മൈനസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്. ഓക്കെ, സോ ഇതിന് ഈ ഒരു 3 ലെയർ ഡബിൾ ഹെറ്ററോജംഗ്ഷൻ ലെയേഴ്സ് എന്ന് പറയും, സർഫസ് എമിറ്റിംഗ് LED പോലെ തന്നെ. ദെൻ നെക്സ്റ്റ് പിന്നെ എന്താ പറയുന്നത്, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ 2 ലെയേഴ്സിന്റെ ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി ആൾവേസ് ഗ്രേറ്റ് ലെസ്സർ ആസ് കമ്പയർഡ് ടു ആക്റ്റീവ് ലെയർ. ആക്റ്റീവ് ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്റ്റീവ് ലെയറിലാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്. ആക്റ്റീവ് ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗൈഡിങ് ലെയറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ബട്ട് സറൗണ്ടിങ്, അതായത് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഗൈഡിങ് ഈ ലെയേഴ്സിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ബിറ്റ്വീൻ ആക്റ്റീവ് റീജിയന്റെയും ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ്, അതായത് ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആക്റ്റീവ് റീജിയൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ഓക്കെ, ഈ 2 ഒപ്റ്റിക്കൽ ഗൈഡിംഗ് ലൈൻസ് ഉണ്ട് പറഞ്ഞു. ഓക്കെ, ഇഫ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇസ് ലോ ദെൻ എഡ്ജ് എമിറ്റിംഗ് LED couples more power than surface emitting LED. ഇവിടെ ന്യൂമറിക്കൽ അപ്പർച്ചർ, ഇത് ഈ ആക്റ്റീവ് റീജിയന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ ലോ ആയാൽ, ന്യൂമറിക്കൽ അപ്പർച്ചർ ലോ എന്ന് പറയുമ്പോൾ ഈ കൺഫൈൻമെന്റ് ഒന്നും കൂടി നാരോ ആയാൽ, ദെൻ ലൈറ്റ് കൺഫൈൻമെന്റ് ആണ്. സോ ഈ കൺഫൈൻമെന്റ് ഒന്നുകൂടി നാരോ ആയാൽ നമ്മുടെ ഇവിടെ പവറിനെ ഗ്യാദർ ചെയ്യുന്നത്, പവർ കപ്പിൾ ചെയ്യുന്നത് കൂടും ആസ് കമ്പയർഡ് ടു സർഫസ് എമിറ്റിംഗ് LED. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്. മെഗാ ഹേർട്സിലാണ് ഇവിടെ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഓക്കെ, ഇതിന്റെ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്, കാരണം ഇവിടെ എന്തായാലും മോഡുലേഷൻ വേണം. കാരണം ഇവിടെ ലൈറ്റ് ആണ് ഇൻഫോർമേഷൻ ആയി വരുന്നത്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ് വേവ്. സോ ലൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫൈബറിലോട്ട് നമുക്ക് മോഡുലേഷൻ ചെയ്യണം, പൾസസ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യണം. സോ ഇവിടെ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് ഇൻ കേസ് ഓഫ് edge emitting LED is higher. അതുപോലെ തന്നെ ഹൈ റേഡിയൻസ് ആണ് ആസ് കമ്പയർഡ് ടു സർഫസ് എമിറ്റിംഗ് LED. ഓക്കെ, സോ ഈ എഡ്ജ് എമിറ്റിംഗ് LEDന്റെ അഡ്വാൻറ്റേജ് പറയുകയാണ്, ഇറ്റ് ഹാസ് ഹൈ റേഡിയൻസ്, ദെൻ ബീം ഡൈവേർജൻസ് ഇസ് നാരോ. ഞാൻ പറഞ്ഞു നാരോ ബീം ഡൈവേർജൻസ് ആണ് ആസ് കമ്പയർഡ് ടു സർഫസ്. ദെൻ കപ്ലിംഗ് മോർ ഒപ്റ്റിക്കൽ പവർ ആൻഡ് ഹൈ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് and also it injects higher current density. higher current density ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഇഞ്ചെക്ട് ചെയ്യുന്നതനുസരിച്ച് കാരിയേഴ്സ് ഫോം ചെയ്യുന്നത് കൂടും. ഓക്കെ, that's all about edge emitting LED. Okay, now moving to the next type LED is next structure of LED, superluminescent LED. Superluminescent LEDs are different from edge emitting LEDs and surface emitting LEDs in several ways. Okay, edge emitting LED, surface emitting LED ഏകദേശം ഒരുപോലെയാണ്, കാരണം സർഫസ് നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. എഡ്ജ് വരുമ്പോൾ അതിന് എഡ്ജിൽ നിന്നാണ്, പക്ഷെ എഡ്ജിലാവും സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ എഡ്ജ് എമിറ്റിംഗ് LEDs ആണ് മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഇൻ മെനി വേസ്. കാരണം ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്, അതിൻ്റെ നാരോ ബീം വിഡ്ത്ത് ആണ്, പവർ കപ്ലൈ ചെയ്യുന്നത് കൂടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റേഡിയൻസ് കൂടുതലൊക്കെ എഡ്ജ് എമിറ്റിംഗിലാണ്. സോ ഈ സൂപ്പർ ലൂമിനസൻ LEDs പറയുമ്പോൾ ഈ എഡ്ജ് എമിറ്റിംഗ് LED അതുപോലെ സർഫസ് എമിറ്റിംഗ് LED ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് സൂപ്പർ ലൂമിനസൻ LED.
superluminescent LED or SLED, there is stimulated emission with amplification but insufficient feedback for laser emanations to core. It has the following advantages over ELED and SLED. ഇവിടെയൊക്കെ നമ്മുടെ സ്പോണ്ടേനിയസ് എമിഷനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വിത്ത് ആംപ്ലിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, LED മൊത്തം സ്പോണ്ടേനിയസ് എമിഷനാണ് വരുന്നത്, പക്ഷേ ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വരുന്നുണ്ട്. ഓക്കെ, സൂപ്പർ ലൂമിനസെന്റ് LEDയിൽ. അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് സ്പെക്ട്രൽ വിഡ്ത്ത് ഇസ് നാരോവർ. ഓക്കെ, വിഡ്ത്ത് ഒന്നും കൂടി നാരോവർ ആണ്. സ്പെക്ട്രം അതിൽ വരുന്ന സ്പെക്ട്രം ലൈറ്റ് കമ്മിങ് ഫ്രം SLED is more coherent and its degree of polarization is higher. Coherent ആണ്, and also polarization higher ആണ്. The output beam is more directional like a laser which allows for better coupling in the fibers. Output beam more directional ആണ്. അപ്പോൾ നമ്മൾ സർഫസ് എഡ്ജ് എമിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഡയറക്ഷണൽ പറഞ്ഞത്, പക്ഷെ അതിലേറെ മോർ ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ ലേസറിനെ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഫൈബറിനായിട്ട് പെട്ടെന്ന് കപ്ലിംഗ് ചെയ്യാൻ പറ്റും. എ യു ഷേപ്ഡ് കട്ട് ഇൻ ദ ആക്റ്റീവ് ലെയർ ഫിഗറിലുണ്ട് increases the density of the carriers which improves the power efficiency reaching 18 or 20 milliwatt. Okay, ഈ യു ഷേപ്ഡ് അതായത് നമ്മുടെ ആക്റ്റീവ് ലെയറിൽ യു ഷേപ്ഡ് ആക്റ്റീവ് ലെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പവർ എഫിഷ്യൻസി, ഡെൻസിറ്റി ഓഫ് കാരിയേഴ്സിന്റെ ഡെൻസിറ്റി കൂടും. അതായത് നമ്മൾ കൊടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോർവേഡ് ബയാസിന്റെ ലേറെ നോർമൽ ഫോർവേഡ് ബയാസ് കൊടുത്താൽ തന്നെ അതിൽ വരുന്ന ഡെൻസിറ്റി, കാരിയേഴ്സിന്റെ ഡെൻസിറ്റി കൂടും. കാരിയേഴ്സിന്റെ ഡെൻസിറ്റി കൂടിയാൽ റീകോമ്പിനേഷൻ നടക്കും, ലൈറ്റ് കൂടുതൽ വരും, അതായത് എഫിഷ്യൻസി കൂടും അല്ലേ. Okay, this is the structure of superluminescent LED. Okay, structure metallization ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള പോലെ തന്നെയാണ്. N indium phosphide, then P indium gallium arsenide phosphide, N indium gallium arsenide phosphide. ഓക്കെ, പി ഇന്ത്യ. ഓക്കെ, ഇത് 2 layers ഉണ്ട്. എന്നിന് 2 layers ഉണ്ട്, അതുപോലെ തന്നെ പിക്കും 2 layers ഉണ്ട്. സോ ഇലക്ട്രോൺസ് ഫ്രം ഹിയർ വിൽ മൂവ് ടു ദ പി സൈഡ് and combination will take place, and it is indium gallium arsenic phosphorus active region. From this active region recombination takes place and the light is emitted. So light output ഈ region വരുന്നത്. So this active region എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എന്താണ്, ഒരു curve shape ആണ്, ഒരു യു ഷേപ്ഡ് ആക്റ്റീവ് റീജിയൻ ആണ്. ഓക്കെ, സോ ഹിയർ എന്നിന് അതായത് എൻ സബ്സ്ട്രേറ്റിന് 2 layers ഉണ്ട്. എൻ സബ്സ്ട്രേറ്റ്സിന് പി ഇന്ത്യം, ദാറ്റ് ഈസ് എൻ ഇന്ത്യം ഗാലിയം ആർസനൈഡ്, എൻ ഇന്ത്യം ഫോസ്ഫൈഡ്, രണ്ട് ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിക്ക് 2 layers ഉണ്ട്. പിയിലുള്ള ഇന്ത്യം ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണ് നമ്മുടെ ആക്റ്റീവ് ലെയേഴ്സ്. ഇറ്റ് ഈസ് യു ഷേപ്ഡ്. സിൻസ് ഇറ്റ് ഈസ് യു ഷേപ്ഡ്, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെൻസിറ്റി ഓഫ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സോ മെറ്റലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി. Gallium arsenide phosphorus or indium phosphorus SLED emits at 1300 nanometer. Okay, ഇത്രയും വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യും. It comprises a buried active layer within U-shaped groove on the P-type indium phosphate structure. indium phosphate structureലാണ് നമുക്ക് എന്തുള്ളത്, ഈ ബറീഡ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് ഷേപ്ഡ് അല്ലെങ്കിൽ യു ഷേപ്ഡ് ആയിട്ടുള്ള എന്താ നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ. വൺ എൻഡ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് മെയ്ഡ് ഒപ്റ്റിക്കലി ലോസി ടു പ്രിവെന്റ് റിഫ്ലക്ഷൻസ് ആൻഡ് ദ സപ്രസ് ലേസിംഗ്. ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ ഓപ്പോസിറ്റ് എൻഡ്. ഓക്കെ, ഒരു സൈഡിൽ എന്താ ചെയ്തിരിക്കുന്നത്, വൺ സൈഡ് റിഫ്ലക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്, വേറൊരു സൈഡിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഫോർ ഓപ്പറേഷൻ ദ ഇൻജക്റ്റഡ് കറന്റ് ഈസ് ഇൻക്രീസസ് അണ്ടിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് ഹെൻസ് ആംപ്ലിഫിക്കേഷൻ occurs. But because there is high loss at one end of the device, no optical feedback takes place. Hence, no laser oscillations build up. Because of stimulated emission, single pass amplification takes place, which result in high optical output power with a narrowing spectral width approximately 30 to 40 nanometer. സോ ഇത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ സ്ട്രക്ചർ ലോസി ആണ്, ടു പ്രിവെന്റ് റിഫ്ലക്ഷൻ വിത്ത് സപ്രസ് ലേസിംഗ്. ഓക്കെ, ലേസിംഗ് അതായത് റിഫ്ലക്ഷൻ തടയാനൊക്കെ ഒരു സൈഡ് ലോസി ആയിട്ടും, അതുപോലെ തന്നെ ഒരു സൈഡിലാണ് നമ്മുടെ ഈ ആക്റ്റീവ് റീജിയൻ ഉള്ളത്. ഓക്കെ, അവിടെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് നടക്കുന്നത്. ഹൈ ലോസ്, ഒരു എൻഡിലും ലോസ് ആയതുകൊണ്ട് അവിടെ ഫീഡ്ബാക്ക് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം LED ഈസ് കപ്പിൾഡ് ഇൻ ടു ദ ഒപ്റ്റിക്കൽ ലെയർ. ഒപ്റ്റിക്കൽ ലെയറിലോട്ട് നമ്മൾ LED നിന്ന് വരുന്ന എല്ലാ ലൈറ്റും ഒപ്റ്റിക്കൽ ലെയറിലോട്ട് നമുക്ക് കപ്പിൾ ചെയ്യാൻ പറ്റും. ദ കപ്ലിംഗ് കാരണം നാരോവർ ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഹറന്റ് ആണ്. ദ കപ്ലിംഗ് എഫിഷ്യൻസി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ യൂസിങ് ലെൻസസ്, specifically when the fiber core diameter is significantly larger than width of the emission region. Okay, ഫൈബറിന്റെ കോർ ഡയാമീറ്റർ ലാർജർ ആണ് ദാൻ. ഓക്കെ, അപ്പോൾ കോർ ഡയാമീറ്റർ, ഫൈബർ കോർ ഡയാമീറ്റർ ലാർജർ ആണ്, അത്
കൺസിഡർ ടു ദ എമിഷൻ റീജിയൻ. അതായത് ആക്റ്റീവ് റീജിയന്റെ വിഡ്ത്ത് കൺസിഡർ ചെയ്യുമ്പോൾ കോർ ഡയമീറ്റർ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ, അതായത് മാക്സിമം ലൈറ്റ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, there are several lens coupling coagulation such as, okay, ഈ ലെൻസ് കപ്പിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ലെൻസ് കപ്പിൾ ചെയ്യുന്ന കുറേ സ്ട്രക്ചേഴ്സ് ആണ് spherically polished structure, spherical ended or tapered fiber coupling, truncated spherical micro lens, integral lens structure. അപ്പോൾ ഇതൊക്കെയാണ് ലെൻസ് കപ്പിൾ ചെയ്തിട്ടുള്ള സൂപ്പർ ലൂമിനസൻ LED വരുന്നത്. ഓക്കെ, സൂപ്പർ ലൂമിനസൻ LED അറിയുമ്പോൾ ലൈറ്റ് ലേസർ ആണ്, അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ ഒരു സൈഡ് നമുക്ക് ലോസി ആയിട്ടും അതർ സൈഡ് നമുക്ക് എന്താണ് ആക്റ്റീവ് റീജിയൻ ആണ് ഫോം ചെയ്യുന്നത്. സോ ലൈറ്റ് ഈ ആക്റ്റീവ് റീജിയനിൽ ഫോം ചെയ്യും, ലോസി മീഡിയനിലോട്ട് പോവുക. പിന്നെന്താ പറഞ്ഞത്, അതിൽ വേണമെങ്കിൽ ലൈറ്റ്, അതായത് LED വരുന്ന ഫുൾ ലൈറ്റ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, so that's all about superluminescent LED. Then we are moving to polymer LED or PLED. Okay, then polymer LED. So polymer LED. So we know that polymers are chain of small molecular components called monomers. സ്മോൾ മോളിക്കുലർ കോമ്പണൻസ് ആയിട്ടുള്ള മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പോളിമർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ പോളിമറിലുള്ള ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ പോളിമറിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു 1 2 3 4 layers ആണ് പോളിമർ LEDസിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇറ്റ്സ് ഈസ് എ ഗ്ലാസ് ലെയർ or glass substrate. Then next it is ഒരു indium or tin oxide layer. Okay, oxide layer. Then next we have a polyphenylene vinylene, that is, this is the polymer layer. This is the polymer layer. Then next we have the last layer is aluminum or magnesium or calcium layer. Okay, this is the structure of polymer LED. Polymer LEDs are the polymer light emitting diodes. The polymer emit light when exposed to electricity. Okay, നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്താലാണ് നമ്മൾ പോളിമേഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോളിമേഴ്സ് LEDs പറഞ്ഞാൽ പോളിമേഴ്സ് ആർ ദ പോളിമർ ലൈറ്റ് എമിറ്റിംഗ് പോളിമേഴ്സ് ആണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, PLEDs are thin film displays that are created by sandwiching conjugated polymer between two proper electrodes at a short distance. Okay, ഈ പോളിമേഴ്സ് thin displays are created by sandwiching conjugated polymer between two proper electrodes. Okay, ഒരു proper electrodes രണ്ട് പോളിമേഴ്സിനെ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഫിഗർ ഷോസ് ദ സ്കീമാറ്റിക് സ്ട്രക്ചർ ഓഫ് എ സിംഗിൾ ലെയർ PPV പോളിമർ LED. അപ്പോൾ ഒരു സിംഗിൾ ലെയർ പോളിമർ LED ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ലെയർ പോളിമേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ആണിത്. PLEDs consist of a thin, that is PPV means polyphenyl ethylene ആണ് PPV പറയുന്നത്. ഓക്കെ, polyphenyl ethylene polymer. Okay, PLEs consist of a thin layer of PPV between two electrodes deposited on a glass substrate. ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഇത് thin layer of PPV between two electrodes. രണ്ട് ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ എന്താണ് PPV എന്തായിരിക്കുന്ന കോട്ട് ചെയ്തിട്ടുണ്ട്. In the structure shown, layer of aluminum or magnesium calcium is the cathode acting as the electron injection layer, and layer of indium or tin oxide is the anode acting as the hole injection layer. Okay, ഇവിടെ നമ്മൾ പറഞ്ഞ ഇവിടെയാണ് ദിസ് ഇസ് ദ പോളിമർ. ഈ പോളിമർ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ് ഇൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ്. രണ്ട് ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ നമ്മുടെ പോളിമർ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഈ പോളിമറിന്റെ മുകളിലുള്ള അലൂമിനിയം ഓർ കാൽഷ്യം ലെയർ, ഈ ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, കാത്തോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. കാത്തോഡ് പറയുമ്പോൾ ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോൺസ് ഇവിടെയാണ് ഫോം ചെയ്യുന്നത്, കാത്തോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി ആൻ ആനോഡ്. സോ ദിസ് ഇസ് ദ ലെയർ ദാറ്റ് ഇസ് indium or tin oxide layer is act as anode. From the electrons from the cathode is moved to the anode and a combination takes place and the light will emit. അങ്ങനെയാണല്ലോ നമ്മുടെ LED-ന്റെ principle of operation. Okay, so in the cathode active as the electron injection layer. Cathode ആണ് ഇലക്ട്രോണിന്റെ injection layer. So electron will inject to the indium
or tin oxide layer. This is the anode layer. Anode layer like holes layers. So electrons from here move to the anode layer and recombination takes place. The light emitting layer is polyphenol, that is PPV. ഇതാണ് ലൈറ്റ് എമിറ്റിംഗ് ലെയർ. ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ ഒരു പോളിമർ എന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് എമിറ്റിംഗ് പോളിമർ. ഓക്കെ, ലൈറ്റ് പോളിമേഴ്സിൽ ഏറ്റവും യൂസ് ചെയ്യുന്ന വൈഡ്ലി യൂസ് ചെയ്യുന്ന പോളിമർ ആണ് ദിസ് ഇസ് PPV. Okay, the cathode is made up of aluminum or calcium. Cathode, aluminum, calcium, already പറഞ്ഞു. The anode is made up of indium or tin oxide, which facilitate the easy injection of holes into PPV layer. ഈ ഇവിടെയാണ് ഹോൾസ് ഉണ്ടാവുക അല്ലെ, ഇന്ത്യം ഓർ ടിൻ ഓക്സൈഡ്. ഈ ഇന്ത്യം ടിൻ ഓക്സൈഡ് എന്നുള്ള ഹോൾസ് ഈ PPV ലെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യം ടിൻ ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ അത് ഹോൾസിനെ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാൻ സഹായിക്കും. സോ ഹോൾസ് വിൽ മൂവ് ടു ഹിയർ from here and electrons will move from here, that is aluminum or gallium or calcium region, that is cathode region, and combination takes place at the polymer PPV and the light will emitted from there. The recombination takes place at the layer interference giving rise to the photon emission. ഈ layer interference അതായത് ഈ polymer PPV യിലാണ് recombination നടക്കുക, അവിടെ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുക. ഓക്കെ, the anode material that is transparent to light. It provides more route for the emitted light to exit through the device. Device exit ചെയ്യാനും വേണ്ടി anode material ആണ് guidance കൊടുക്കുന്നത്. Okay, now the following are some advantages of polymer LED: high brightness and long lifetime, low power consumption, view angle can be large as 160-degree view angle, അതായത് transmitting angle, permits flexible light and displays, much cheaper, useful for large area lighting. Large area lighting use ചെയ്യുന്നുണ്ട്. Okay, next we have, that's all about structure of LED. Okay, so next we have LED characteristics. LED is very linear device and hence it tends to more suitable for analog transmission. Okay, linear ആണ്, അതായത് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് കിട്ടും. സോ ലീനിയർ ആയതുകൊണ്ട് തന്നെ അനലോഗ് ട്രാൻസ്മിഷന് സ്യൂട്ടബിൾ ആണ്. ഔട്ട്പുട്ട് പവർ വേഴ്സസ് ഫോർവേഡ് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED is shown. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് പവറും അതുപോലെ തന്നെ കറന്റിന്റെയും ആയിട്ടുള്ള LED ഡിഫറെന്റ് ടൈപ്സ് LEDസിന്റെ ഫോം ആണിത്. സോ ഇറ്റ് ഈസ് ലീനിയർ. ഓക്കെ, അപ്പോൾ okay, so different LED structures ഉണ്ട്. ഓരോ LED സ്ട്രക്ചറിന്റെ ഒപ്റ്റിക്കൽ പവർ ആൻഡ് ഫോർവേഡ് കറണ്ട്, ഓരോ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു ഗ്രാഫാണ്. ദിസ് ഇസ് SE LED, that is surface emitting LED. This is EE LED, that is edge emitting LED, and this is SLED, that is super luminescent LED. Okay, so here as current increases, the output power, optical output power increases in all case. എല്ലാ കേസിലും പവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യാണ്. സോ ഇൻ SLED, അതായത് സൂപ്പർ ലൂമിനസെന്റ് LED, ഒരു കറണ്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരെ എത്തുമ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സൂപ്പർ ലൂമിനസിറ്റി. അപ്പൊ ലൂമിനസെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സൂപ്പർ ലൂമിനസെന്റ് പ്രോപ്പർട്ടിയാണ് സൂപ്പർ ലൂമിനസെന്റ് LED യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ എത്തിയാൽ ഇത് ഔട്ട്പുട്ട് പവർ പെട്ടെന്ന് ഹയർ ആവും. ഓക്കെ, അപ്പോൾ ചെറിയ ഒരു ലൈറ്റ്, ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം ക്രിട്ടിക്കൽ ലൈറ്റ് കഴിഞ്ഞ ശേഷം ചെറിയൊരു ലൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ സൂപ്പർ ലൂമിനസെന്റ് LED ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ സർഫസ് എമിറ്റിംഗ് LED കറണ്ടിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ edge emitting LED. Okay, the surface emitter radiates significantly more optical power into air than the edge emitting, and both devices are reasonably linear at moderate dry currents. Okay, linear ആണ് ഈ സർഫസ് എമിറ്റിംഗ് LED, എഡ്ജ് എമിറ്റിംഗ് LED. സോ സർഫസ് എമിറ്റിംഗ് LED ആണ് മോർ ഒപ്റ്റിക്കൽ പവർ നമുക്ക് തരുന്നത് ദാൻ എഡ്ജ് എമിറ്റിംഗ് LED. പക്ഷെ റേഡിയൻസ് കൂടുതൽ എഡ്ജ് എമിറ്റിംഗ് LED പറഞ്ഞിട്ടുണ്ട്. സർഫസ് എമിറ്റിംഗ് LED ആണ് ഒപ്റ്റിക്കൽ പവർ കൂടുതൽ വരുന്നത് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ദ ഗിവൺ കറണ്ട്. ഓക്കെ, then SLED, that superluminescent LED, gives high output power for more forward current. ഫോർവേഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് പവർ കൂടുതൽ കൂടും. മറ്റേത് ഏകദേശം ലീനിയർ ആണ്. ഇത് രണ്ടും SLEDയും ഈ LEDയും ലീനിയർ ആണ്. പക്ഷെ സൂപ്പർ ലൂമിനസെന്റ് LED അറിയുമ്പോൾ ഫോർവേഡ് കറണ്ട് കൂടുന്നതോറും ഒപ്റ്റിക്കൽ പവർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. പ്രാക്ടിക്കലി LEDs do not exhibit non-linearity. Therefore, it is required to use some linearizing circuit to ensure linear performance. Okay, LED normally linear in nature ആണ്. Okay, then spectral width of source LED. Okay, okay, അതിൽ പിന്നെ വേറെ ഒരു ടൈപ്പ്
ഓക്കെ, ഈ ഒരു ടൈപ്പ് LED സ്ട്രക്ചറിൽ നമുക്ക് വേറെ ടൈപ്പ് LED സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, LED ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് വരുന്ന ഈ രീതിയിൽ, അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് LED-ന്റെ. സോ ഇറ്റ്സ് ആൾവേസ് ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് വോൾട്ടേജ്, നമ്മൾ നേരത്തെ കറന്റും പവർ എടുത്തിരുന്നു, ഇവിടെ വോൾട്ടേജും കറന്റും VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LED എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ കേസ്. ദാറ്റ് ഇസ് when voltage increases the current also increases. Okay, this is forward current കൊടുക്കുമ്പോഴുള്ള forward bias. This is for reverse bias. Reverse bias LED act as normal PN junction diode. Okay, so normal PN junction diode ആണ് reverse bias കാണിക്കുന്നത്. Forward bias ലാണ് LED light emit ചെയ്യുന്നത് LED. Okay, then PN junction act as LED. Then ഈ റിവേഴ്സ് ബയാസിൽ വരുമ്പോഴാണ് റിവേഴ്സ് ബ്ലോക്കേജ് കറണ്ട് വരുന്നത്. റിവേഴ്സ് ബയാസിൽ ആഫ്റ്റർ റിവേഴ്സ് ബ്ലോക്കേജ് കറണ്ട് നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ LED എന്താവും, ഡാമേജ് ആവും, ഒരു ഡെസ്ട്രോയ് ചെയ്യും. സോ റിവേഴ്സ് ബ്ലോക്കേജ് കറണ്ട് റിവേഴ്സ് ബയാസ് കൊടുക്കുമ്പോഴാണ് വരുന്നത്. ആഫ്റ്റർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻ റിവേഴ്സ് ബയാസ് LED ഗെറ്റ് ഡെസ്ട്രോയിഡ്. ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞിട്ട് നമ്മൾ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ LED എന്താവും, ബ്രേക്ക് ആവും അല്ലെങ്കിൽ ബേൺഡ് ആവും. ഇനി LED-ന്റെ ക്വാണ്ടം എഫിഷ്യൻസിന്റെ ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ LED ബൈ നമ്പർ ഓഫ് ഫോട്ടോൺ ഇൻജക്റ്റഡ്. ഓക്കെ, എമിറ്റഡ് ബൈ LED ബൈ ഇൻജക്റ്റഡ് into the LED. Okay, so efficiency eta is equal to 1 by n into n plus 1. So n is the refractive index of the material. So ഈ efficiency-ന്റെ equation ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗേറ്റ് എക്സാം ലെവലിലൊക്കെ എഫിഷ്യൻസി ഇക്വേഷൻ ചോദിക്കേണ്ടത്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 by n into n plus 1 whole square. Okay, efficiency is less due to the following factors. ഈ factors കൊണ്ട് efficiency കുറവാണ്. nature of material used. Okay, then change in refractive index, that is bending of light. refractive index change വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. സോ എഫിഷ്യൻസി വിൽ ഡിക്രീസ്. ആംഗിൾ മൈഡ് എമിറ്റഡ് ഫോട്ടോണിൽ വരുന്ന ആംഗിൾ കൂടുകയാണെങ്കിൽ എഫിഷ്യൻസി കുറയും അല്ലേ, എഫിഷ്യൻസി കുറയും. അതിൻ്റെ നാരോവർ ആവുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി കൂടും. ഓക്കെ, LED പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഫോർവേഡ് റിവേഴ്സ് ബയാസ് കറന്റ് കൂടുകയാണെങ്കിൽ LED ഡാമേജ് ആവും. സോ LED പ്രൊട്ടക്ട് ചെയ്യാൻ LED-ന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ നമുക്ക് LED എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബൈ കണക്ടിങ് സീരീസ് റെസിസ്റ്റർ R with LED we can control current passing through it. LED, so this is how we protect LED. Okay, then effect of temperature on LED, അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് LED ക്യാരക്ടറിസ്റ്റിക്സിലാണ് ടെമ്പറേച്ചറിന്റെ എഫക്ട് പറയുന്നത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ കോസസ് ദ നോൺ റേഡിയേറ്റീവ് ആക്ഷൻ. ദാറ്റ് ഇസ് എഫിഷ്യൻസി ഓഫ് റേഡിയേറ്റീവ് എഫിഷ്യൻസി ഡിക്രീസസ്. റേഡിയേറ്റീവ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും, അതായത് നോൺ റേഡിയേറ്റീവ് ആക്ഷൻ വരും. ഓക്കെ, റേഡിയേറ്റീവ് നോൺ റേഡിയേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റേഡിയേറ്റീവ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഒരു പരിധി വരെ കൂടിയാൽ. സോ നോൺ റേഡിയേറ്റീവ് ആക്ഷന് ഫോം ചെയ്യും. സോ LED ഈസ് യൂസ്ഡ് അറ്റ് ലോ പവർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ലോ പവറിലും ലോ ടെമ്പറേച്ചറിലും LED യൂസ് ചെയ്യുക. സോ LED-ന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് റേഡിയേറ്റഡ് പവർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ്. അപ്പോൾ LED-യിൽ നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. സോ LED-യിൽ ടെമ്പറേച്ചർ കൂടിയാൽ നോൺ റേഡിയേറ്റീവ് പവർ വരും, അതായത് റേഡിയേറ്റീവ് എഫിഷ്യൻസി കുറയും, റേഡിയേഷൻ കുറയും. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ദാറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. So as temperature increases, variation of LED will decrease. ഇനി നമുക്ക് അതിന്റെ സ്പെക്ട്രം നോക്കാം. ഓക്കെ, this is the spectrum, wavelength and optical output. Okay, LED-ന്റെ സ്പെക്ട്രം ആണത്. സോ ഡിഫറെന്റ് LED-ന്റെ സ്പെക്ട്രം ഉണ്ട്. സോ ഇങ്ങനെ വലിയ ഡോട്ട് ഇട്ട് ദിസ് ഇസ് SLED, സൂപ്പർ ലൂമിനസെന്റ് പറഞ്ഞാലോ, ഹൈ പവർ വരുന്നത്. ഓക്കെ, വേവ് ലെങ്ത്തിൽ ചെറിയൊരു വേവ് ലെങ്ത് റേഞ്ചിൽ തന്നെ സൂപ്പർ ലൂമിനസെന്റ് ആണല്ലോ. അപ്പോൾ ലേസറിനെ പോലെ നാരോ ബീംസ് വരും, അതുപോലെ തന്നെ ലൂമിനസെൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ലൂമിനസെന്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് സ്മോൾ വേവ് ലെങ്ത് ഇന്റർവെലിൽ തന്നെ ഹൈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ ലൂമിനസെന്റ്. ആൻഡ് എഡ്ജ് എമിറ്റിങ്ങും സർഫസ് എമിറ്റിങ്ങും ഓൾവേസ് ഈക്വൽ ആണ്. എഡ്ജ് എമിറ്റിംഗിലാണ് സർഫസ് എമിറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ വേവ് ലെങ്ത്തിൽ, അതായത് കുറഞ്ഞ വേവ് ലെങ്ത്തിൽ കൂടുതൽ ഔട്ട്പുട്ട് പവർ തരുന്നത് എഡ്ജ് എമിറ്റിംഗ് ആണ്. ദെൻ സർഫസ് എമിറ്റിംഗ് ഇതിലേറെ ലെസ് ആണ്. ഓക്കെ, സോ ദ സ്പെക്ട്രൽ വിഡ്ത്ത് ഓഫ് ദ സോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെറ്റീരിയൽ ഡിസ്പേർഷൻ. ഓക്കെ, മെറ്റീരിയൽ ഡിസ്പേർഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് സ്പെക്ട്രൽ വിഡ്ത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലോ സ്പെക്ട്രൽ വിഡ്ത്ത് അലോസ് ഇൻക്രീസ്ഡ് ഡാറ്റ റേറ്റ്. സ്പെക്ട്രൽ വിഡ്ത്ത് കുറയുമ്പോഴാണ് ഡാറ്റ റേറ്റ് കൂടുന്നത്. സോ ഹിയർ സ്പെക്ട്രൽ വിഡ്ത്ത് ഏറ്റവും കുറഞ്ഞത് സൂപ്പർ ലൂമിനസ് അല്ല. സ്പെക്ട്രൽ റെസ്പോൺസ്
of SLED, ELED, SLED shown in figure for superluminescent LED spectral width as nanover as 30 to 40 nanometers obtained. So superluminescent spectral width കുറഞ്ഞാൽ data rate കൂടും. So spectral width ഏറ്റവും കുറവുള്ളത് that is 40 nanometer വരെയുള്ളത് എന്താ superluminescent ആണ്. So superluminescent will give more data rate. So it is more advantageous over than these two. Okay. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് edge emitting ആണ്. Then last ആണ് നമുക്ക് വരുന്ന surface emitting LED. Okay. So that's all about the characteristics of LED. Then we are moving to the modulation of LED. Okay. So modulation of LED. So LED എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. എമിറ്റർ ഈ ലൈറ്റ് വരുന്നത് നമ്മൾ അനലോഗ് ഇൻ നേച്ചറിൽ ആയതുകൊണ്ട് ഈ എൽഇഡിനെ മോഡുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ in order to code information as pulses, it is necessary to modulate the output of the LED. LED output നമുക്ക് modulate ചെയ്യണം. This is done by switching the current on and off. ഈ LED മോഡുലേഷൻ ചെയ്യുന്നത് അതിന്റെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ആക്കിയിട്ട്, കാരണം പൾസസ് ഫോം ചെയ്യണമെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആക്കണം. സോ LED modulation bandwidth of LED or modulation of LED. So LED modulation നമ്മൾ പറയുന്ന മെയിൻ ടേം ആണ് modulation bandwidth or modulation of LED. Okay. Now modulation bandwidth in optical communication may be defined as either in electrical or in optical terms. Modulation bandwidth നമുക്ക് ഇലക്ട്രിക്കൽ ടേമിൽ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ടേമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. The response time or frequency response on optical fiber dictates how fast an electrical input drive signal can vary the input output level. Okay. സോ റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മുടെ ഒപ്റ്റിക്കൽ സോഴ്സിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് ഔട്ട്പുട്ടിന് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഇൻപുട്ട് വാരി ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം വേണം. ഈ റെസ്പോൺസ് ടൈം എന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് നമുക്ക് ഇലക്ട്രിക്കൽ ഇൻപുട്ട്, നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. സോ ഈ ലൈറ്റിന്റെ വേരിയേഷൻ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ വേരിയേഷൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻപുട്ട് എത്രത്തോളം ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഓക്കെ. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ റെസ്പോൺസ് ടൈം. സോ നമ്മുടെ റെസ്പോൺസ് ടൈം അറിഞ്ഞാലാണ് നമുക്ക് ഇലക്ട്രിക്കലിന്റെ, അതായത് ലൈറ്റ് ഔട്ട്പുട്ട് ലെവലിന്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ നമുക്ക് റെസ്പോൺസ് ടൈം അറിയണം. അപ്പോൾ ഈ റെസ്പോൺസ് ടൈമിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോപ്പിംഗ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിലുള്ള ഡോപ്പിംഗ് റെസ്പോൺസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഡോപ്പിംഗ് എന്താവണം, ആക്റ്റീവ് റീജിയനിൽ ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആക്റ്റീവ് റീജിയനാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഡോപ്പിംഗ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ദ ഇൻജക്റ്റഡ് കാരിയർ ലൈഫ് ടൈം ഇൻ ദ റീകോമ്പിനേഷൻ റീജിയൻ. അതുപോലെ തന്നെ ഈ ആക്റ്റീവ് റീജിയനിലെ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ റീജിയനിലെ ഇൻജക്റ്റ് കാരിയർ ലൈഫ് ടൈം, നമ്മൾ ഇൻജക്ട് ചെയ്ത കാരിയേഴ്സ്, ഞാൻ പറഞ്ഞിട്ട് ആനോഡിൽ നിന്ന് കാരിയേഴ്സ് വരും, അതുപോലെ തന്നെ ഹോൾസ് വരും, അതുപോലെ കാത്തോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഹോൾ ചെയ്ത് റീകോമ്പിനേഷൻ നടക്കുന്നതാണ് ആക്റ്റീവ് റീജിയൻ. അവിടെ ഇൻജക്റ്റഡ് കാരിയേഴ്സിന്റെ ലൈഫ് ടൈമും റെസ്പോൺസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സ് ഓഫ് ദ സർക്യൂട്ട് ഡ്രൈവിംഗ് ദ LED. LED ഡ്രൈവ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സിന്റെ പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സിനെയും എന്ത് റെസ്പോൺസ് ടൈം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇഫ് ദ ഡ്രൈ കറന്റ് ഇസ് മോഡുലേറ്റഡ് അറ്റ് എ ഫ്രീക്വൻസി ഒമേഗ, ദ ഒപ്റ്റിക്കൽ പവർ ഓഫ് ദ ഡിവൈസസ്. ഓക്കെ. ഡ്രൈ കറന്റ് ഒമേഗ ആണെങ്കിൽ, ഓക്കെ, ഡ്രൈ കറന്റ് ഒമേഗ എന്നുള്ള ഫ്രീക്വൻസിയിലാണ് മൂവ് ചെയ്യണമെങ്കിൽ, സോ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പവർ, സോ ഔട്ട്പുട്ട് പവർ PW. ഓക്കെ. P of W is equal to P0 into 1 plus omega. P of omega, that is ഫ്രീക്വൻസിയിലാണ് പറയുന്നത്. സോ P of omega is equal to P of 0 into 1 plus omega tau I all square or raised to 1 by 2. Okay. This is the equation for modulation of LED. Modulation of LED equation ആണ്. That is power in frequency. Power of omega is equal to P of 0 into 1 plus omega tau I square or raised to 1 by 2. So P0 is the output power at 0 modulating frequency. P0 is the output power at 0 modulating frequency. അതായത് modulating frequency 0 ആകുമ്പോഴാണ് P0, modulating frequency omega ആകുമ്പോഴാണ് P of omega. So P of omega is equal to P of 0 1 plus omega tau I square or raised to 1 by 2 ആണ് നമ്മുടെ modulating bandwidth. Okay. Modulation bandwidth of LED. So electrical current is directly proportional to the optical power. Thus we can define electrical and optical bandwidth separately. ഈ ഇലക്ട്രിക്കൽ കറണ്ട് നമ്മുടെ ഒപ്റ്റിക്കൽ പവറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്തും ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്തും സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ. വാട്ട് ഇസ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ആൻഡ് വാട്ട് ഇസ് ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത്? സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. മോഡുലേഷൻ ബാൻഡ്വിഡ്ത്ത്
modulation bandwidth or electrical. നമ്മുടെ modulation bandwidth രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, electrical bandwidth and optical bandwidth. Okay, so modulation bandwidth or electrical bandwidth is defined as the point where the electrical signal power has dropped to half of its constant value resulting from the modulated portion of the optical signal of the electrical power. Bandwidth is the half power point. Okay, bandwidth, electrical bandwidth എന്ന് പറഞ്ഞാൽ ഹാഫ് പവർ പോയിന്റ് ഓഫ് ദ മാക്സിമം നമ്മുടെ, അതായത് ഇതാണ് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ഈ മാക്സിമം ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഹാഫ് പവർ അല്ലെങ്കിൽ 3 dB പവറിലാണ് എന്ത് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് വരുന്നത്. സോ modulation bandwidth or electrical band defined as the point where the electrical signal power has been dropped to half of its constant value. അതായത് മോഡുലേഷൻ ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇലക്ട്രിക്കൽ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കും. ആ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ മാക്സിമം വാല്യൂന്ന് ഹാഫ് പോയിന്റ് അല്ലെങ്കിൽ ഒരു 3 dB പോയിന്റ് താഴെയുള്ള പോയിന്റിനാണ് എന്ത് പറയാം, ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് പറയാം. റിസൾട്ടിങ് ഫ്രം ദ മോഡുലേറ്റഡ് പോർഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഓഫ് ദ ഇലക്ട്രിക്കൽ പവർ ദാറ്റ് ഇസ് പി ഔട്ട് ബൈ പിന് ഹാഫ് ആവുന്ന കേസിൽ. ഓക്കെ, പി ഔട്ട് ബൈ പിന് ഹാഫ് ആവുന്ന കേസിലുള്ള ബാൻഡ്വിഡ്ത്തിനെയാണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത്. സോ പി ഔട്ട് ബൈ പിൻ ഈക്വൽ ടു ആർ. സോ അതിന് ഡി ബിയിലോട്ട് മാറ്റുകയാണെങ്കിൽ 10 log P0 by P ദാറ്റ് ഈസ് ഈക്വൽ ടു 10 log 1/2. ഇവിടെ ലോഗ് എടുക്കുക രണ്ട് സൈഡിലും, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഹാഫ് ആവുന്ന ടൈമിലുള്ള ബാൻഡ്വിഡ്ത്ത് ആണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് തരണം. അതായത് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ടോപ്പിൽ നിന്ന് ഔട്ട്പുട്ട് ഇൻപുട്ട് നോക്കുമ്പോൾ അതിന്റെ ഹാഫ് വരണ ആ പോയിന്റ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റേഷ്യോ ഹാഫ് ആവുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 2 into ഇൻപുട്ട്, ആ ഒരു ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 2 into ഔട്ട്പുട്ട്, ആ ഒരു കേസിൽ വരുന്ന ബാൻഡ്വിഡ്ത്ത് ആണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത്. സോ അതിന് നമ്മൾ 10 log കാണും. സോ 10 log P0 by Pin into 10 log 1/2. സോ വി ഗെറ്റ് -3 dB. സോ അതായത് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിൽ 3 dB പോയിന്റ് താഴെയുള്ള ബാൻഡ്വിഡ്ത്തിനാണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് പറയുക. സോ 10 log P0 by Pin is equal to -3 dB. Bandwidth is the frequency region where power is not less than 3 dB. This is the 3 dB point, that is the frequency at which the electrical output is reduced by 3 dB with respect to electrical input. Electrical output 3 dB with respect to electrical input reduce ചെയ്യുന്ന ഈ ഒരു പോയിന്റിനാണ് എന്ത് പറയുക, ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയും. ഈ 3 dB ഡിസ്റ്റൻസിൽ താഴ്ന്ന ഈ ഒരു പോയിന്റ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് പറയും. സോ പി ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ, P of omega is equal to I square omega R and P of O is equal to I square OR. Okay. പവർ P is equal to I square R എന്നുള്ള രീതിയിൽ ഒപ്റ്റിക്കൽ പവറിനെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവറിനെയും കൊടുക്കുന്നു. 3 dB പോയിന്റ് P of output in 3 dB, P of W in 3 dB by P of O is equal to 1/2 ആണ്. So we have ഈ ഒരു ഇക്വേഷൻ കൊടുത്തു, P is equal to I square R എന്നുള്ള ഈ ഒരു ഇക്വേഷന് ഇവിടെ കൊടുത്തു. P of W by P of 0 is equal to 1/2 is equal to I square W by I square O, അല്ലേ, I square 0, that is IW. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും, ഇതിന്റെ റൂട്ട് എടുക്കാം, ഇതിന്റെ റൂട്ട് IW is equal to IO into 1/√2. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടി. P is equal to I square R എന്നുള്ള ഇക്വേഷനിലോട്ട് ഇട്ടു ഇത്. എന്നിട്ട് ഇലക്ട്രിക്കൽ ആകുമ്പോൾ പി ഡബ്ല്യു ബൈ പി ഒ, അതായത് പി ഔട്ട്പുട്ട് ബൈ പി ഇൻപുട്ട് ഈക്വൽ ടു 1/2 ആവണം. ഓക്കെ, നൗ ഇതിന്റെ വാല്യൂ ഐ ഡബ്ല്യു, അപ്പോൾ കറണ്ട് ഇൻ 3 dB is equal to 0.707 I of W. This is called electrical bandwidth. So this is the electrical bandwidth point 3 dB, 0.707. Okay, 3 dB ഉള്ള പോയിന്റ് ആണ്. This is the electrical bandwidth point. And this is the from here to here, this is the optical bandwidth point. Optical bandwidth പറയുമ്പോൾ 1/2 വരുന്നത്. Okay, electrical bandwidth പറയുമ്പോൾ 3 dB point, that is 0.707 ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് വരുന്നത്. ഇവിടെയാണ് ബാൻഡ്വിഡ്ത്തും ഫ്രീക്വൻസി തമ്മിലുള്ള dB. ഓക്കെ, ഫ്രീക്വൻസി ഉള്ള ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിൽ 3 dB പോയിന്റിൽ വരുന്ന ബാൻഡ്വിഡ്ത്ത് ആണ് ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത്. അതുപോലെ തന്നെ 1/2 ഐ ഔട്ട് ബൈ ഐ ഇൻ 1/2 വരുന്ന പോയിന്റിലുള്ള ബാൻഡ്വിഡ്ത്ത് ആണ് ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത്, ഒപ്റ്റിക്കൽ 3 dB point occurs at that frequency where the ratio of current ഐ ഔട്ട് by I in equal to 1/2, which corresponds to electrical power attenuation, okay, of 6 dB. അപ്പോൾ 6 dB ഇലക്ട്രിക്കൽ പവറിന്റെ നോക്കുകയാണെങ്കിൽ 6 dB വരാം. സോ ഈ ഫ്രീക്വൻസി റെസ്പോൺസിലെ പവർ പി ഔട്ട് ബൈ പി എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇലക്ട്രിക്കൽ
bandwidth കിട്ടുന്നത്. That is 3 dB point below the maximum level of the frequency response. Then our 0.707 ഒപ്റ്റിക്കൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 6 dB ബിലോ ആണ് പവർ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ കറണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 1/2 ഐ ഔട്ട്പുട്ട് ബൈ ഐ ഇൻപുട്ട് പറയുമ്പോൾ 1/2 ബിലോയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ഒപ്റ്റിക്കൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. സോ that is attenuation of 6 dB. പവറിന്റെ കേസിൽ പവർ അറ്റനേഷൻ 6 dB വരുന്നത്. സോ W is equal to W 3 dB. So P W of 3 dB is equal to 1/2 P of 0. So പവർ ഇവിടെ വരുന്നത് 1/2 So I of W is equal to 1/2 I of 0. So P of W, then optical bandwidth is 10 log P of W by P of 0. Then bandwidth is equal to 10 log I of W by I of 0. So P of W is proportional to I of W. Okay, P of W is proportional to, from this we get P of W is proportional to I of W. Okay, so that's all about modulation band of LED or LED bandwidth. LED ന്റെ bandwidth എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണ്, ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത്. ഇലക്ട്രിക്കൽ ബാൻഡ്വിഡ്ത്ത് പറയുമ്പോൾ 3 dB താഴെയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 1/2 ഓഫ് ദ ഐ ഔട്ട് ബൈ ഐ ഇൻ, അതായത് 6 dB താഴെയാണ് പവർ അറ്റനേഷൻ വരുന്നത്. ഓക്കെ, so that's all about modulation of LED, and also that's all about today's class. Thank you, have a nice day.